الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദ് സ്വാലിഹീനിലെ ഫസ്റ്റ് ബാബായിരുന്നു നമ്മൾ അന്ന് ഡിസ്കസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നീയത്തായിരുന്നു നമ്മളെ വിഷയം. അല്ലെ, ഓർക്കുന്നില്ലേ? ഒരാൾ നീയത്ത് വെച്ചതിനനുസരിച്ചാണ് എനിക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഫസ്റ്റ് നമ്മൾ ആയിഷ ബീവിന്റെ ഹദീസ് തുടങ്ങി ഫസ്റ്റ് ക്ലാസ്സിൽ, പിന്നെ ഉമർ ബിൻ ഖത്താബ് നിങ്ങളെ ഹദീസ്, അങ്ങനെ അങ്ങനെ കുറച്ച് ഹദീസുകൾ പറഞ്ഞു. ഇനി നോക്കാനുള്ളത് എന്താ, അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ അപ്പൊ അത് സ്ക്രീൻ കാണുന്നില്ലേ? വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഹദീസിന്റെ കിതാബ് എടുക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ എന്തായിരിക്കും? അബൂ ഹുറൈറ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മൾ പറഞ്ഞ പോലെ നീയത്ത്, അതേപോലെ ഇഖ്ലാസ്, ആ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഹദീസുകളാണ് ഇനിയും വരാൻ പോകുന്നത്. ഈ ഓരോ ചാപ്റ്റർ വൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം, നമ്മള് ഇയാളെ ജെയിംസ് ക്ലിയറിന്റെ ബുക്കൊക്കെ ഉണ്ട്. അതായത് ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും 1% വെച്ച് മാറിയാൽ ഒരു വർഷം കഴിയുമ്പോഴേക്ക് വലിയൊരു ശതമാനം നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അത് ഭയങ്കര ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമാണ്. അപ്പൊ അത് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ കുറെ സമയം കഴിയുന്നതിനനുസരിച്ച് വലിയ ഒരു മാറ്റമായിട്ട് വരാൻ പറ്റും. അതേപോലെ ഈ ചെറിയ ചെറിയ ശീലങ്ങളെ പറ്റിയുള്ള അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇത് ഓരോ ബാബാക്കി വെച്ചത് നമ്മൾ നന്നാവാനും ഓരോ ദിവസത്തേക്കായും മറ്റൊരു ദിവസം ഉഷാറാക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഈ കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടാവും. ഇന്നിപ്പോ നീയത്തിന്റെ ബാബ് പഠിക്കുമ്പോൾ നമ്മള് നീയത്തിനെ പറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഉഷാറായിട്ട് ചെയ്യാൻ പറ്റണം. നിസ്കാരത്തിലുള്ള നീയത്തായാലും, ഇനി അതല്ല മൊത്തം ജീവിതത്തിന്റെ നീയത്താണെങ്കിലും, നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നത് വരെ ഒരു സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ മൊത്തത്തിൽ ജീവിതത്തിൽ നന്നാക്കുക. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണത് എന്ന്, ഇതൊക്കെ പഠിച്ചവന് വേണ്ടിയിട്ടാണ് എന്നൊരു രീതിയിലും കൂടി നീയത്ത് നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചൊക്കെ കൂലി കിട്ടും. ഉറങ്ങുന്നതും നമ്മൾ ജോലി ചെയ്യുന്നതും ഒക്കെ അങ്ങനെ ആകുമ്പോൾ അതിനൊക്കെ ജീവിതത്തിൽ മോട്ടിവേഷൻ ആൾക്കാരൊക്കെ പറയുന്നില്ലേ, ഒരു പർപ്പസ് വേണമെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പഠിച്ചാൽ കൂലി വരും. മറ്റേത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് അറിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ആസ്വദിച്ച് ചെയ്യുക. അതില് ഇപ്പോ സർവീസ് സെക്ടറിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റി എന്ന രീതിയിലുള്ള നമുക്ക് അങ്ങനെ ഒരു സമാധാനം, ഒരു സന്തോഷം കൂടി ഉണ്ടാകുമ്പോൾ അതൊക്കെ ആസ്വദിക്കുമ്പോൾ ജോലി കൂടുതൽ എളുപ്പമാവുന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും, ഇനിയിപ്പോ ഫലസ്തീനിലെ ആൾക്കാരെ കണ്ടില്ലേ, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് അവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തലമുണ്ട്. അതെന്താണ്? ദുനിയാവ് അതിൽ വലിയ കാര്യമൊന്നുമില്ല, വലിയ പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ ദുനിയാവിന് വേണ്ടി സമ്പാദിക്കണ്ട, അതിലൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യമില്ല. പക്ഷെ അതിലപ്പുറം വലിയൊരു ലോകം ഉണ്ടെന്നും ഇതൊരു പരീക്ഷണമാണെന്നും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവും. മീൻസ് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അപ്പൊ അത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന് ഭയങ്കര ശക്തി പകരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ബാബ് പഠിക്കുമ്പോഴും അതിന്റെ എന്താണോ പഠിക്കുന്നത് ആ വിഷയം ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം ഉണ്ടായാൽ തന്നെ കുറെ അങ്ങ് ഓതി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാം, നമുക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒറ്റ ദിവസം തന്നെ എന്ത് ചെയ്യാം, നാളെ മുതൽ ഞാൻ വേറൊരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് മാറാൻ നിന്നാല് പറ്റാണ്ടൊന്നുമില്ല. ചിലപ്പോ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് എന്താണ്, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കി തുടങ്ങാന്നുള്ളതാണ്.
അങ്ങനെ തുടങ്ങുകയും വേണം. അപ്പോഴാണ് നാഫിയ ഇൽമാവുള്ളൂ. നാഫിയ ഇൽമിനെ പറ്റിയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ഇൽമൊക്കെ അതുപോലെ ഈ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, കൂടുതൽ പഠിക്കാനുള്ള അവസരം കിട്ടും, അതിനുള്ള കഴിവും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും ഹദീസിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വൻ നബി ഹുറൈറത്ത അബ്ദുറഹ്മാൻ ബിൻ സഹ്റിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഈ പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് ഹദീസുകൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 5374 ഹദീസുകൾ എന്തായിട്ടുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ സ്വഹാബികൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം മുസ്ലിം ആയതിനു ശേഷം ഒരു ഖൈബർ യുദ്ധം നടന്ന വർഷത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അതിനുശേഷം മുഴുവൻ സമയം നബിതങ്ങളുടെ കൂടെ തന്നെ ചെലവഴിക്കാറുണ്ടായിരുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് 5000 ഹദീസുകളൊക്കെ ഇവിടെ തൊട്ട് സ്വഹാബത്തും താബീങ്ങളും അങ്ങനെ 800 ആൾക്കാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസുകൾ എന്തായിട്ടുണ്ട്, ഇങ്ങനെ കൈമാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ മുത്തഫഖുൻ അലൈഹി ഹദീസും മുസ്ലിമിലും ബുഖാരിയിലൊക്കെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഉണ്ടോ? അത് ബുഖാരിയിൽ മാത്രം 74 ഹദീസുകൾ വന്നിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി ആയിട്ട് 300 ഹദീസുകൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 5300 സംതിങ് ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവര് മദീനയിൽ തന്നെ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ജന്നത്തുൽ ബഖീലാണ്. ഓക്കെ, മദീനത്തെ ജന്നത്തുൽ ബഖീലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 87ാമത്തെ വയസ്സിലായിരുന്നു അവർ വഫാത്താവുന്നത്. അങ്ങനെ ഇവർക്ക് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാലേ ഹിർ എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടി എന്നാണ്. അപ്പൊ പൂച്ചക്കുട്ടിയുടെ ഉപ്പ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഈ പേര് കിട്ടാനൊരു കാരണമുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഒരു ദിവസം ഇവർ കയ്യിൽ പൂച്ചക്കുട്ടിയെ വെച്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നബിതങ്ങൾ ഇത് കണ്ടു. എന്നിട്ട് ചോദിച്ചു, മാ ഹാദി എന്ന് ചോദിച്ചു, എന്താണ് കയ്യിൽ, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഹിറ, പൂച്ചയാണെന്ന് പറഞ്ഞു. നബിതങ്ങളുടെ പേരാണെന്ത്, യാ അബാ ഹുറൈറ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ആ പേരുണ്ടായത്. ഇവര് ശരിക്കും പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ഓക്കെ, പക്ഷെ മഷൂറായി പോയത് ഈ പേരിലാണ്, അബൂ ഹുറൈറ എന്ന പേരിലാണ്. അപ്പൊ ഇനി ഹദീസിലേക്ക് വരാം. അപ്പൊ അവിടെ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കും രൂപത്തിലേക്കൊന്നും അല്ലാഹു തആല നോക്കുന്നില്ല. പിന്നെ എവിടേക്കാണ് നോക്കുന്നതെന്നാ പറഞ്ഞത്? ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, കൽവിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത് എന്നാണ് ഹദീസിലുള്ളത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹു തആലക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ. മീൻസ് നമ്മള് ഒറ്റക്കുണ്ടാകുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഔറത്ത് വെളിവാക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജിച്ചുകൊണ്ട്, ലജ്ജ വേണം. കാരണം എപ്പോഴും പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോ ഈ പറഞ്ഞതില് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ രൂപത്തിലേക്കും ശരീരത്തിലേക്കും നോക്കുന്നില്ല. അപ്പൊ അതൊക്കെ തോന്നിയ പോലെ ആവാം എന്നാണുള്ളത്. അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് അതൊന്നും കാണാൻ പറ്റൂല, കൽബ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അർത്ഥമാണോ ഇതിനുള്ളത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടോ? യെസ് യെസ് യെസ്, അതെ അതെ. അപ്പൊ നദറുല്ലാഹി ഹുന മുജാസാത്തു വ ഇസാബത്തു എന്നാ പറഞ്ഞത്. ഇവിടെ അല്ലാഹു തആല നോക്കുക എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക, അതിന് കൂലി നൽകുക, ആ രീതിയിലുള്ള നോട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അല്ലാഹു തആല എല്ലാവരുടെയും
പരസ്യവും രഹസ്യവും എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും നോക്കുകയും കാണുകയും ഒക്കെ കഴിവുള്ളവനാണ്. ഇവിടെ പ്രതിഫലം കിട്ടുക എന്ന രീതിയില് അത് എന്തിനാ ഉണ്ടാവുക? കൽബ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഉണ്ടാവുക. അതിൽ എത്രത്തോളം കൽബിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും പ്രതിഫലം കിട്ടുക എന്നാണ് പറഞ്ഞത്. ലാസ്റ്റിൽ അന്നൽ ഹിസാബത്ത് തക്രീബ് ലൈസ ബിഅ്തിബാരിൽ അഅമാലി ളാഹിറത്തി വഇന്നമാ ഹിയ ബിഅ്തിബാരി മാ ഫിൽ ഖൽബി. ഓക്കെ, അല്ലാഹു തആലയുടെ അടുപ്പുണ്ടാവുകയും പ്രതിഫലം കിട്ടലൊക്കെ കൽബിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും. അപ്പോ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോ അമല് ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കുക. അതിനപ്പുറം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? കൽബിലുള്ള പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതിനാണ്. കൽബ് ആദ്യം നന്നാക്കിയതിനു ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നന്നാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചില കിതാബുകളൊക്കെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് നിയ്യത്തിന്റെയും ഇഖ്ലാസിന്റെയും ബാബ് കൊണ്ടുവരും. ഇപ്പൊ ഇതുപോലെ റിയാദ് സ്വാലിഹിൽ ചെയ്ത പോലെ ആദ്യമായിട്ട് എന്താണ് കൊണ്ടുവന്നത്? നിയ്യത്താണ് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മള് പഠിക്കുമ്പോൾ ഉള്ള നിയ്യത്ത് എന്ത് ചെയ്യണം? നമുക്ക് നന്നാവണം എന്നും റസൂലുള്ളാഹി കാണിച്ചു തന്ന പോലെ അവിടുന്ന് പഠിപ്പിച്ച ഒരു ജീവിത ശൈലിയും ലൈഫ് സ്റ്റൈല് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണമെന്നും അതിനു വേണ്ടി ആവുമ്പോ പഠിക്കാനുള്ള നിയ്യത്ത് നന്നായി. അങ്ങനെ എല്ലാ പ്രവൃത്തിയിലും നിയ്യത്ത് നന്നാക്കണം. ജവാരിഹി അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ബാഹ്യ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൽബ് നന്നാക്കുക എന്ന് പറഞ്ഞാല് അതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു 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 ഭാഗം. മീൻസ് പിന്നെ അത് വേറെ ആരും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ കൽബിൽ ഇഖ്ലാസ് കൂടി 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 വരിക, കൽബിൽ ഈമാൻ കൂടുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പുറത്തുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റൂല. പിന്നെ അത് നമ്മൾ നിസ്കാരം ചെയ്യുന്നതിനേക്കാൾ അതിനുള്ളൊരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം സാധനങ്ങളിലെ പെർഫെക്ഷന് കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ, പൈത്തറത്ത് പോലെ അതമുൽ അതുപോലെ തന്നെ അവിടെ വേറൊരു വിഷയം ശ്രദ്ധിക്കാനുള്ളത്, ഈ പറഞ്ഞുകൊണ്ട് എന്ത് മനസ്സിലായി? നമ്മൾ കുറെ നിസ്കരിക്കുന്ന ഒരാളെ പറ്റി നമുക്ക് തോന്നില്ല ഓന് ഫുൾ ടൈം പള്ളിയിൽ നിസ്കാരാണ്, അപ്പോ അങ്ങനെ ഉഷാറാണ് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അവിടെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാല് ആ ആ ഓക്കെ ഓക്കെ, നിങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ സ്ക്രോൾ ചെയ്യാൻ മറന്നു. ഇപ്പൊ റെഡി ആയില്ലേ? അല്ല, അതന്നെയാണ്. ഇത് കണ്ടോ, ഈ ലാസ്റ്റ് വരി ഇതാണ്. ഞാൻ അതില് ഷറഹിലുള്ളതും കൂടി വായിച്ചാ, അപ്പൊ അതെല്ലതും ഇല്ല. ഓക്കെ, അപ്പോ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, ധാരാളം നിസ്കരിക്കുന്ന ഒരാളെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റൂല ഓന് സ്വർഗത്തിലാണോ അല്ലയെന്നും. കാരണം കൽബിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് അതൊക്കെ പഠിച്ചവനെ അറിയുള്ളൂ. അപ്പോ പഠിച്ചവനാണ് എന്താക്കുന്നത്, അതിനുള്ള പ്രതിഫലം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെ നമ്മള് ഫർദ് മാത്രം നിസ്കരിച്ചൊക്കെ പോകുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാര്യമായിട്ട് അമലുകളൊന്നും ചെയ്യുന്നില്ല, അയാളെ പറ്റി എന്ത് പറയാനും പറ്റില്ല. ഓന് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഇല്ല, ഓനാള് പോരാന്ന് വിലയിരുത്താനും പറ്റില്ല. കാരണം എന്റെ കൽബിലുള്ള അത്ര എന്താ പറയാ, ഈ നീയത്തൊക്കെ ഉഷാറാണ്, നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അല്ല, കൽബിലുള്ള സാധനങ്ങള് ഖിലാസും കുറച്ച് ഉഷാറാണെങ്കിൽ മറ്റേ കൂടുതൽ നിസ്കരിക്കുന്ന ആൾക്കാരും കൂലി ചിലപ്പോൾ അയാൾക്ക് കിട്ടും. അപ്പൊ അത് നമ്മളെ എന്താ പറയാ വിലയിരുത്തലുകൾക്കൊക്കെ അപ്പുറമുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞത്. അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അടുത്ത ഹദീസ് നോക്കാം. പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ. നബി മൂസ അബ്ദുല്ലാഹിബിന് ഖൈസിൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യുഖാത്തിലു ഷജാഅത്തൻ വ യുഖാത്തിലു ഹമിയത്തൻ വ യുഖാത്തിലു റിയാഅൻ അയ്യ ദാലിക ഫീ സബീലില്ലാഹ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാത്തല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ ഫഹുവ ഫീ സബീലില്ലാഹ്
മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാല് രണ്ട് കിതാബ് പറഞ്ഞാല് ബുഖാരിയിലും മുസ്ലിമിലും പറഞ്ഞ ഒരു ഹദീസാണ് ഇത്. ഇപ്പൊ അബൂ മൂസ അബ്ദുല്ലാഹിബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അബൂ മൂസ റളിയല്ലാഹു അൻഹു യമനിലെ യമനിലെ ഒരു കബീലയാണ് അശ്അരി എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ നിന്നുള്ള ആളായിരുന്നു. അവരാദ്യം ഹിജ്റക്ക് മുമ്പ് തന്നെ മക്കയിലേക്ക് വന്നു. പിന്നെ ഹബിഷയിലേക്ക് ഹിജ്റ പോയി. പിന്നെ നബിതങ്ങൾ മദീനയിലേക്ക് ഉണ്ടായപ്പോ മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ട്. അങ്ങനെ 3 ഹിജ്റ ചെയ്ത ഒരു സഹാബിയാണ്. എല്ലാവരും ഹബിഷയിലേക്കും പിന്നീട് മദീനയിലേക്കും പോയിട്ടുണ്ടെങ്കിൽ ഇവർ 3 വട്ടം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവര് 360 ഹദീസുകൾ എന്തായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില് 49 ഹദീസുകളും മുത്തഫഖുൻ അലൈഹി ഹദീസുകളാണ്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അപ്പോ സുയില എന്നാണ് പറഞ്ഞത്. സുയില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി, ഒരു യുദ്ധം ചെയ്യുന്ന ഒരാളെ പറ്റി നബി തങ്ങളോട് ആരോ ഒന്ന് ചോദിച്ചു. അപ്പൊ ഒരു സ്വഹാബി വന്നിട്ട് എന്തായി, നബി തങ്ങളോട് ഒരാളെ പറ്റി ചോദിച്ചു. എങ്ങനത്തെ ആളാണ്? യുഖാത്തിലു ഷജാഅത്തൻ, ഒരാൾ ധീരത കൊണ്ട് യുദ്ധം ചെയ്യാണ്. ഒരു ഭയങ്കര ധൈര്യമാണ് അയാൾക്ക്. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ വേറൊരാള് യുഖാത്തുൽ ഹമിയത്തൻ, ഒരാള് ഭയങ്കര ദേഷ്യം കൊണ്ട്, ശത്രുക്കളോടുള്ള ദേഷ്യം കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളുണ്ട്. പിന്നെ വേറൊരാൾ എങ്ങനെയുണ്ട്, റിയാന് വേണ്ടിയിട്ട്, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനെ ഇവർ ഏത് യുദ്ധമാണ്? അയ്യു ദാലിക ഫീ സബീലില്ലാഹ്, ഇതിൽ ഏത് യുദ്ധമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ധൈര്യം കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ ശത്രുക്കളോടുള്ള ദേഷ്യം കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുണ്ട്. ഓക്കെ, അപ്പോ അയ്യു ദാലിക ഫീ സബീലില്ലാഹ്, ഏത് യുദ്ധമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം, ഏതാണ് ഒരു ഇബാദത്ത് ത്വാഅത്ത് എന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് ചോദിച്ചപ്പോ സുഹൃത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതിൽ ഏതാണ് നല്ലത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് നോക്കാം. വേറെ ആരെന്തോ പറയണ്ടോ? യെസ്, അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ കാല റസൂലുള്ളാഹി മൻ ഖാതലി തകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ ഫഹുവ ഫീ സബീലില്ലാഹ്. കലിമത്തുല്ലാ, ദീനുൽ ഇസ്ലാം, കലിമത്തുല്ലാ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം. അപ്പൊ ദീന് ദഅവത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അവനാണ് ഇബാദത്ത് എന്ന രീതിയിൽ യുദ്ധം ചെയ്ത ആള് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ ഈ ആദ്യം പറഞ്ഞ കേസസ് ഒക്കെ എന്താണ്? ഇമോഷൻസ് കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയ സംഭവം. ഒരാള് ദേഷ്യം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ഓരോരുത്തരെ പേഴ്സണൽ വികാരങ്ങളാണ് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പൊ അതില് ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല യുദ്ധം എന്ന് പറഞ്ഞല്ലോ, അത് എന്താണ്, അക്കല് കൊണ്ട് ഇറങ്ങിയതാണ്, ചിന്തിച്ച് ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ ദഅവത്ത് എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള വികാരത്തിന്റെ പുറത്ത് ചാടി ഇറങ്ങുന്ന യുദ്ധങ്ങളെക്കാളും മറ്റേ യുദ്ധമാണ് നമ്മൾ ചിന്തിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് കൂടുതൽ ഫضലുള്ളത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഓക്കെ, യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വാളെടുത്ത് ഇറങ്ങുന്ന വിഷയമല്ല. ഓക്കെ, നമ്മള് ദഅവത്തിലേക്കുള്ള മാർഗങ്ങളൊക്കെ യുദ്ധമായിട്ടാണ് വരിക. നമ്മൾ പഠിപ്പിക്കലും യുദ്ധമാണ്, നമ്മൾ എഴുതുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യുദ്ധം തന്നെയാണ്. അതൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെ വേണം, നമ്മൾ ഹിക്മത്തിലൂടെ ചെയ്യണം. നമ്മൾ
എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് വികാരഭരിതനായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിനേക്കാളും കൂടുതൽ കാര്യം ഉണ്ടാകാൻ ചിന്തിച്ച് അതിന്റെ വരുംവരായികളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുന്ന പോസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഇപ്പൊ വികാരത്തോട് എടുത്തു ചാടുന്നതിനേക്കാളും നല്ലത് നല്ല നീയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ എഴുത്തുകളും ഓരോ ഇടപെടലുകളൊക്കെ പഠിച്ചതിന് വേണ്ടിയിട്ടാക്കുക എന്നുള്ള വിഷയമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി وعن أبي بكرة نفيع بن الحارث الثقفي رضي الله عنه. അടുത്ത ഹദീസാണ്, കാണുന്നില്ലേ? عن أبي بكرة نفيع بن الحارث الثقفي رضي الله عنه أن النبي صلى الله عليه وسلم قال إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. قلت يا رسول الله هذا القاتل فما بال المقتول؟ قال ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. മുത്തഫഖുൻ അലൈഹി. ഇതും മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇപ്പൊ ഇവിടെ അബൂബക്കറത്ത് നുഫൈ ഇബ്നുൽ ഹാരിസ് സഖഫി എന്ന സ്വഹാബിയിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? നബിതങ്ങൾ കാല ഇദൽതക്കൽ മുസ്ലിമാൻ ബി സൈഫഹിമ. ഇദൽതക്കൽ മുസ്ലിമാൻ, രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടിയാൽ ബി സൈഫഹിമ, അവരുടെ വാള് കൊണ്ട് കണ്ടുമുട്ടിയാൽ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്താൽ എന്നാണ് അർത്ഥം. ഇപ്പോൾ കാത്തിലു വൽ മക്തൂലു ഫിന്നാർ, രണ്ടാളും നരകത്തിലാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഒരാള് കൊന്നു, മറ്റൊരാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ കാത്തിലു വൽ മക്തൂലു ഫിന്നാർ, അപ്പൊ അവര് രണ്ടുപേരും എന്താണ്? നരകത്തിലാണ്. കാരണം എന്താ? അപ്പൊ ഈ മുസ്ലിങ്ങൾ പരസ്പരം തമ്മിൽ എന്ത് ചെയ്യരുത്? യുദ്ധം ചെയ്യരുത്. ഒരിക്കലും ശത്രുത ഉണ്ടാകാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കണം, അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഇവിടെ എന്താണ് പറഞ്ഞത്? കാത്തിലു വൽ മക്തൂലു, അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നു, രണ്ടുപേരും നരകത്തിലാണ്. അപ്പൊ ചോദിച്ചു, കുൽത്തു, അപ്പൊ ഈ സ്വഹാബി അബൂബക്രത്ത് എന്ന സ്വഹാബി ചോദിച്ചു, ഹാദൽ കാത്തിലു ഫമാ ബാലുൽ മക്തൂലി, അപ്പൊ കൊന്ന ആളൊക്കെ, അപ്പൊ അയാള് കുറ്റം ചെയ്തു, ഒരാളെ മുസ്ലിമിനെ കൊല്ലുക എന്നുള്ള വലിയ അപരാധമാണ്, അപ്പൊ അത് ചെയ്തു. അപ്പോൾ മക്തൂലോ, കൊല്ലപ്പെട്ട ആളോ, അയാൾക്ക് എന്താണ് പ്രശ്നം? അയാൾ എങ്ങനെയാണ് ശിക്ഷ കിട്ടുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്നഹു ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അയാള് യുദ്ധം ഉണ്ടാവില്ല. എപ്പോഴാണ്? ഒരാൾ മാത്രം വിചാരിച്ച യുദ്ധം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇയാള് ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, മറ്റൊരാളെ കൊല്ലാനോ എന്തായിരുന്നു? താല്പര്യമുള്ള ആളായിരുന്നു, ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ യുദ്ധം നടന്നത്. അപ്പോ അയാളെ ആഗ്രഹത്തിന്, അയാളുടെ തിന്മ ചെയ്യാനുള്ള ഒരു ശ്രമം, അതിലേക്കുള്ള എന്താ പറയുക, കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതിനുവേണ്ടി യുദ്ധം, പരസ്പരം തർക്കിക്കലും ഒക്കെ നടന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്? അയാൾ കുറ്റക്കാരനാണ്. അപ്പൊ അയാളെ അതാണ് പറഞ്ഞത്, ഈ കൽബിലേക്കാണ് നോക്കുന്നത്. അപ്പൊ കൊല്ലപ്പെട്ടത് ഒരാളാണെങ്കിലും രണ്ടുപേർക്കും ശിക്ഷ കിട്ടുന്നത് ഇവിടെ കൽബിലേക്ക് നോക്കിക്കൊണ്ടാണ്. അയാൾ തെറ്റിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്, മുസ്ലിമിനെ പരസ്പരം യുദ്ധം ചെയ്യാന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വരുന്നത്, കുറ്റം കിട്ടുന്നത്. അങ്ങനെ അപ്പൊ ഇത് മാക്സിമം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും, മുസ്ലിങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മളെ നാട്ടിലാകുമ്പോൾ ഏത് നാട്ടുകാരായാലും പരിഹരിക്കാനുള്ള ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് നാട്ടിലെ കാരണവന്മാരൊക്കെ എടുത്ത് പോയിട്ടായിരുന്നു കേസുകളൊക്കെ പരിഹരിച്ചത്. അതിനുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അത് ചെയ്യാം. അല്ലെങ്കിൽ കോടതിയും കാര്യങ്ങളും അത്തരം സെറ്റപ്പുകളും ഉണ്ട്. അതനുസരിച്ച് ചെയ്യാം. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് വേണ്ടത്. ഇനി ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തൊട്ട് തന്നെയാണ് അടുത്തൊരു ഹദീസും പറയുന്നത്. വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി. ഇത് ഫസ്റ്റ് വട്ടം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വായിക്കണം കേട്ടോ. അതാണ് അതിന്റെ ഒരു ഭംഗി. നമ്മൾ ഹദീസ് ക്ലാസ്സിലൊക്കെ അങ്ങനെ ഉണ്ടാവാം. പിന്നെ മൊത്തം വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, വിശദീകരിക്കുക. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم
സലാത്തു റജുലി ഫി ജമാഅത്തിൻ തസീദു അലാ സലാത്തിഹി ഫി സൂഖിഹി വബൈത്തിഹി ബിദ്അൻ വഇശ്രീന ദറജ وذلك أن أحدهم إذا تولى فأحسن الوضوء ثم أتى المسجد لا يريد إلا الصلاة لا ينهزه إلا الصلاة لم يخط خطوة إلا رفع له بها درجة وحط عنه بها خطيئة حتى يدخل المسجد فإذا دخل المسجد كان في الصلاة ما كانت الصلاة هي تحبسه والملائكة يصلون على أحدكم ما دام في مجلسه الذي صلى فيه يقولون اللهم ارحمه اللهم اغفر له اللهم تب عليه ما لم يؤذ فيه ما لم يحدث فيه. നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞു. ഈ സ്ഥാനം എന്തിനെ പറ്റിയാണ്? ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വത്തെ പറ്റിയാണ്. അപ്പൊ നമ്മളെ ബാബിലേക്ക് വരുമ്പോ നമുക്ക് ലാസ്റ്റ് പറയാം. എങ്ങനെയാണ് നിങ്ങൾ പറയണം ഇവിടെ നമ്മളെ ബാബിലേക്കുള്ള ബന്ധം എന്താണെന്ന്. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് സലാത്തുർ റജുലി ഫി ജമാഅത്തിൻ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം തസീദു അലാ സലാത്തിഹി ഫി സൂഖിഹി വബൈത്തിഹി ബിദ്അൻ വഇശ്രീന ദറജ. അവന്റെ ആ സൂക്ക് അങ്ങാടിയിലുള്ള നിസ്കാരങ്ങളെക്കാളും ബൈത്തിഹി വീട്ടിലുള്ള നിസ്കാരത്തെക്കാളും ബിദ്അൻ വഇശ്രീന ദറജ 20 സംതിങ് 20 ബിദ്അ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ളതാണ്. 23 to 29 അതിനിടയിലുള്ള ചില്ലറ എന്നൊക്കെ പറയല്ലോ. അപ്പൊ അത്ര കൂലി അതിനുണ്ട്. 20 സംതിങ് ഇരട്ടി കൂലി അങ്ങാടിയിലും ബൈത്തിലും വീട്ടിലും നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി ജമാഅത്തായിട്ട് കിട്ടും. അപ്പൊ അതാലിക്ക. ഇനി അതെങ്ങനെയാ വിശദീകരിക്കാൻ പോണത്. അന്നഹദുഹും ഇദാ തവല്ലഹ, നിങ്ങൾ ആരെങ്കിലും വുദു ചെയ്തു, ഫഅഹ്സനൽ വുദുഅ, അപ്പൊ വീട്ടിൽ നിന്നാണ് ഉദുർത്ത് പോകേണ്ടത് കേട്ടോ. ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഉദുർത്ത് പോയിട്ട് വീട്ടിൽ നിന്ന് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് കാണാൻ പറ്റും. അപ്പൊ വുദു ചെയ്തു, പിന്നെ അഹ്സനൽ വുദുഅ അസ്ബാഹു വ അതാബി സുനനി വാദാബി. അഹ്സനൽ വുദു പറഞ്ഞാൽ നല്ല വുദുവാക്കി, വുദുവിനെ നന്നാക്കി, അങ്ങനെ ആദാബുകളും സുന്നത്തുകളൊക്കെ പരിഗണിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള വുദു ചെയ്തു. തുമ്മ അത്തൽ മസ്ജിദ, അങ്ങനെ പിന്നെ അങ്ങനെ പള്ളിയിലെത്തി. എന്നിട്ടോ ലാ യുരീദു ഇല്ല സ്വലാത്ത, അങ്ങനെ ഉദ്ദേശിക്കുന്ന എന്താണ്? നിസ്കാരം മാത്രമാണ്. ഓക്കെ, ജമാഅത്ത് പ്രതീക്ഷയാണ് നിസ്കാരം പോകുന്നത്. തുമ്മ അങ്ങനെ പള്ളിയിലെത്തി. അവൻ ലാ എൻഹസു പറഞ്ഞാൽ അവനെ പുറപ്പെടുന്നത് നിസ്കാരം മാത്രമാണ്. നിസ്കാരത്തിലുള്ള ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ സമയമാകുമ്പോ ഓതു കൊടുത്ത് പള്ളിയിലേക്ക് പോകുന്നത്. ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിയ ലഹു ബിഹാ ദറജ. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാള് ചവിട്ടടി വെക്കുകയില്ല, ഇല്ലാ റുഫിയ അൻഹു ബിഹാ ദറജ, അങ്ങനെ ഒരു ദറജ ഉയർന്നിട്ടല്ലാതെ. ഓരോ ചവിട്ടടി കഴിഞ്ഞാൽ അടുത്ത ചവിട്ടടിയിലേക്ക് വെക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ദറജ അത്ര ഉയർന്നിട്ടുണ്ടാവും. മസ്ജിദ, അതുപോലെ നമ്മളെ ദോഷം എന്തായിട്ടുണ്ടാവും? പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും. ദോഷം പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും. ഹത്താ യദ്ഖുലൽ മസ്ജിദ, പള്ളി പ്രവേശിക്കുന്നത് വരെ. ഈ പള്ളി പ്രവേശിച്ചാലോ ഫൈദാ ദഖലൽ മസ്ജിദ കാന ഫി സ്വലാത്തി, പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാന ഫി സ്വലാത്തി മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നിസ്കാരത്തെ അവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തോളം അവൻ നിസ്കാരത്തിലായ പോലെ തന്നെയാണ്. കാന ഫി സ്വലാത്തി മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നിസ്കാരത്തിന് വേണ്ടി നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, നിസ്കാരത്തിന് വേറെന്തോ പരിപാടികളല്ല, അവിടെ നിസ്കാരം പ്രതീക്ഷിച്ച് അവിടെ അങ്ങനെ ഇരിക്കാം. ആ ഇരിക്കുന്ന സമയത്ത് അവൻ നിസ്കാരത്തിൽ തന്നെയാണ്, അതിനുള്ള അത്ര കൂലി തന്നെ കിട്ടും. ഓക്കെ, ഇനി വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിക്കും മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി, അങ്ങനെ മലായികത്ത് അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. മാ ദാമ ഫീ മജ്ലിസി അല്ലദീ സ്വല്ലാ ഫീഹി, നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ദിക്റും മറ്റു കാര്യങ്ങളൊക്കെ ചെല്ലുന്നിരിക്കുന്ന സമയത്ത് മലായിക്കൾ അവന് വേണ്ടി ദുആ ചെയ്യും.
യഖൂലുന അല്ലാഹുമ്മ റഹംഹും, അവർ പറയുന്നത് അല്ലാഹുമ്മ റഹംഹു, അല്ലാഹു ഇവന് റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി മാലം യുഅ്ദി ഫീഹി, അല്ലാഹുമ്മ അവന് വേണ്ടി പുറത്തു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. മാലം യുഅ്ദി ഫീഹി, അതിന് അവിടുന്ന് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത സമയത്തോളം, മാലം യഹ്ദുസ ഫീഹി, അപ്പൊ അവിടുന്ന് പ്രശ്നങ്ങളൊന്നും ചെയ്യാത്ത കാലത്തോളം, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോളം അവനെന്താകട്ടെ, റബ്ബെ റഹ്മത്തും കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന് അവർ ദുആ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജമാഅത്തിന് പോകുന്നതിനെ പറ്റിയായിരുന്നു ഈ ഹദീസ്. അപ്പോൾ അങ്ങാടിയിലല്ല നിസ്കരിക്കേണ്ടത്, പള്ളിയിലാണ്. പിന്നെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും, അങ്ങാടി നിസ്കരിക്കുന്നതിനേക്കാളും നല്ല സ്ഥലം എന്താണ്? വീട്ടിലാണ്. കാരണം അങ്ങാടി എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ കേന്ദ്രമാണെന്നാണ് ഹദീസിൽ കാണാം. പിന്നെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് പള്ളിയിലാണ്. അപ്പൊ വീട്ടിലെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാലോ? വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത്. ഏറ്റവും നല്ലത് എന്താണ്? പള്ളിയിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളെ ബാബുമായിട്ടുള്ള ബന്ധം എന്താ? ഹലോ, സംസ്കാരം ഉദ്ദേശിച്ചാൻ പോവാന്നുണ്ടാവുമ്പോ പറഞ്ഞില്ലേ, വഴിയില് ഓരോ ചവിട്ടടി വെക്കുമ്പോഴും കൂലി കിട്ടുക എന്നുള്ള സാധനം. അപ്പൊ ആ ഉദ്ദേശത്തിനൊക്കെ കൂലി ഉണ്ട് എന്നുള്ള സാധനം. അപ്പൊ അത് വീട്ടിൽ നിന്ന് തന്നെ കൂലി തുടങ്ങും. വീട്ടിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനുവേണ്ടി നല്ല ഡ്രസ്സ് വരുന്നതും ഒക്കെ, അതിനൊക്കെ നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അവിടെ എത്രമാത്രം കൂലി കിട്ടുക. അതേപോലെ സംസ്കാരം ഉദ്ദേശിച്ച് അങ്ങനെ സ്വപ്പിൽ വെറുതെ ഇരിക്കുക, നമ്മൾ ഇത് ടൈം വേസ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നവര് അങ്ങനെയല്ല ചെയ്യേണ്ടത്. സംസ്കാരത്തിൽ അവിടെ സ്വപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക, ദിക്ർ ചൊല്ലിയിട്ടോ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടോ സംസ്കാരം പ്രതീക്ഷിച്ചിരിക്കാനൊക്കെ കൂലിയുണ്ട്. അപ്പൊ ആ നീയത്തിനനുസരിച്ച് കൂലി കിട്ടുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ചിലപ്പോ എന്താക്കും, ജമാഅത്തിന്റെ ഫളായിൽ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഈ ഹദീസ് പറയും. അതുമായിട്ട് ബന്ധമുണ്ട്, നീയത്തുമായിട്ട് ഇവിടെ ബന്ധമുണ്ട്. ഓക്കെ, അടുത്ത ഹദീസ് നോക്കാം. കാണുന്നില്ല? 11ാമത്തെ ഹദീസ്. വൻ നബി അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വതആല ഖാല ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യാതി. നിങ്ങളും വായിക്കണം കേട്ടോ. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യാതി സുമ്മ ബയ്യന ദാലിക ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബല്ലാഹു തബാറക വതആല ഇൻദഹു ഹസനതൻ കാമില വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബല്ലാഹു അശ്റ ഹസനാത്തിൻ ഇലാ സബഇമിഅതി ളഇഫിൻ ഇലാ അദ്ആഫിൻ കസീറ വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു തആല ഇൻദഹു ഹസനതൻ കാമില വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹല്ലാഹു സയ്യിഅത്തൻ വാഹിദ മുത്തഫഖുൻ അലൈഹി. ഓക്കെ, ഇതിൽ പറഞ്ഞത് നിയ്യത്തിനെ പറ്റിയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാ? അബുൽ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മകനാണ്. തങ്ങളുടെ കുടുംബക്കാരനാണ്, പിതൃവ്യ പുത്രനാണ്. ഓക്കെ, അവര് ഹിജ്റന്റെ 3 വർഷം മുമ്പാണ് ജനിക്കുന്നത്. ഇത് നബിതങ്ങള് ഷെയ്ബ് അബൂ ത്വാലിബില് ഉപരോധത്തിലായി കഴിഞ്ഞ സമയത്താണ് ആര് ജനിക്കുന്നത്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അങ്ങനെ നബിതങ്ങൾ വഫാത്താവുന്ന സമയത്തപ്പോ 13, 15 ആ ഒരു വയസ്സാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്കുള്ളത്. അങ്ങനെ അല്ലാഹ്
നബിതങ്ങൾ ഇവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹുൽ ഹിക്മത വത്തഅവീൽ അല്ലാഹുമ്മ അല്ലിംഹു തഅവീലുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് ഹദീസ് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് വിഷയത്തിലല്ല, തഫ്സീറിന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. തഫ്സീറിന്റെ കിതാബുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന് ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞത് എന്ന് തുടങ്ങിയുള്ള വിശദീകരണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ തഅവീലുൽ ഖുർആനിന്റെ അർത്ഥം വിശദീകരിക്കുന്നതിൽ വലിയ കഴിവ് ആർക്കുണ്ടായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇനി അവര് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1600 ഹദീസുകൾ ഇവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതില് 95 ഹദീസുകൾ എന്താണ് മുത്തഫഖുൻ അലൈഹി ആവുന്ന ഹദീസുകളാണ്. അപ്പൊ ഇവിടുത്തെ ഹദീസ് നിയത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് അൻ റബ്ബിഹി തബാറക വതആല, അല്ലാഹു തആല നേരിട്ട് പറഞ്ഞ ഹദീസുകളുണ്ട്. അതിനാണ് ഖുർആൻ അല്ലാതെ അല്ലാഹു തആലന്റെ ലഫ്ലുകൾ തന്നെ വെച്ചിട്ട് പറഞ്ഞ എന്തുണ്ട് ഹദീസുകളുണ്ട്. അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. അതിൽ പെട്ടൊരു ഹദീസാണിത്. കാല ഇന്നല്ലാഹ കതബൽ ഹസനാത്തി, ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസയ്യാത്തി. അപ്പൊ ഈ ഹസനാത്തുകൾ, നന്മകളും തിന്മകളൊക്കെ എഴുതി വെക്കുന്ന ഒരു വിഷയം, അതിനെപ്പറ്റിയുള്ള ധാരണ അല്ലാഹു തആല ചെയ്തു. മീൻസ് അംറുൽ ഹിഫ്ളി ബി കിതാബത്തിഹിമാ കതബഹുമാ ഫി ഇൽമിഹി. ഒന്നെങ്കിൽ എങ്ങനെയാവാം, അത് എഴുതി വെക്കുക എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കലാവാം, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ ഇൽമിൽ അതുണ്ട് എന്നുള്ള ധാരണയാവാം, എന്നൊരു വിഷയമാവാം. ഏതായാലും നന്മ തിന്മകൾ എഴുതപ്പെടുക എന്നൊരു കാര്യം തീരുമാനിച്ചതിന് ശേഷം പിന്നെ അല്ലാഹു തആല വിശദീകരിക്കുകയാണെന്ത്, നന്മ തിന്മകളൊക്കെ എഴുതപ്പെടുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹു തആല വിശദീകരിച്ചു, സുമ്മദാലിക ഇവിടെ ഫമൻ ഹമ്മ എന്നിട്ട് വിശദീകരിക്കണം. അല്ലാഹു തആല വിശദീകരിക്കണം. അപ്പൊ നന്മ തിന്മകൾ എഴുതണം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു തബാറക വതആല ഇൻദഹു ഹസനത്തൻ കാമില. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു, ഫലം യഅമൽഹാ, പക്ഷെ അവൻ ചെയ്തില്ല എന്ന് ചെയ്യാൻ അവസരം കിട്ടില്ല, അല്ലെങ്കിൽ എന്തോ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ കതബഹ അല്ലാഹു ലഹു തബാറക വതആല ഇൻദഹു ഹസനത്തൻ കാമില, ഒരു പൂർണ്ണമായ പ്രതിഫലം അവന് നൽകപ്പെടും. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹസനത്തും കാമിലത്ത് എഴുതപ്പെടും. വൈൻ ഹമ്മ ബിഹ, ഇനി ഒരാൾ നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, അപ്പൊ അമിലഹ, അങ്ങനെ അത് ചെയ്യുകയും ചെയ്താൽ കതബല്ലാഹു അശറ ഹസനാത്തിൻ, അല്ലാഹു തആല 10 കൂലി അവന് നൽകും. അശറു ഹസനാത്ത്, 10 ഹസനത്തുകൾ അവന് നൽകും. അത് മുതൽ ഇലാ സബീമയത്ത് ളിയഫിൻ, 70,000 സബീമയത്ത് ളിയഫിൻ, 700 ഇരട്ടി വരെ, ഇലാ അദ്ആഫിൻ കതീറ, അത് മുതൽ അദ്ആഫിൻ കതീറ, ഇഷ്ടംപോലെ പ്രതിഫലം. ഖുർആനിലുണ്ടോ, മൻ ജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അവന് ഇരട്ടി പ്രതിഫലങ്ങൾ കൊടുക്കും. അത് റമദാനിന്റെ പ്രത്യേകതകളിലും ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയിലൊക്കെ നമ്മൾ ആ വിഷയം പറയാറുണ്ട് അല്ലേ. കൂടുതൽ എന്ത് ചെയ്യും, കൂലി കിട്ടും എന്നുള്ള വിഷയം പറയാറുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഒരാൾ നല്ല കാര്യം തീരുമാനിച്ചു, അയാൾ ചെയ്യുകയും ചെയ്താൽ 10 കൂലി, അത് മുതൽ അങ്ങോട്ട് കുറെ അള്ളാഹു ഉദ്ദേശിച്ച ഇത്ര കണക്ക് കൂലി കിട്ടും. അതിന് ഹമ്മ ബി സയ്യത്തിൻ ഫലം യഅമൽഹ, ഇനി ഒരാൾ തെറ്റ് ചെയ്യണം എന്നാണ് ഹമ്മ ചെയ്തത്, വിചാരിച്ചത്, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ അപ്പൊ എന്താണ് കിട്ടുക, ശിക്ഷ കിട്ടുമോ? അല്ല, അള്ളാഹു പറയുന്നത് കതബ അല്ലാഹു തആല ഇൻദഹു ഹസനത്തുൻ കാമില, പൂർണ്ണമായ ഒരു കൂലി കിട്ടും. കാരണം ആ തെറ്റുന്ന പിന്മാറിയല്ലോ, ആ ഒരു വിഷയം പരിഗണിച്ചിട്ട് അവന് കൂലി കിട്ടുമെന്നാണ് പറഞ്ഞത്. വൈൻ ഹമ്മ ബിഹ, ഇനി അവൻ വിചാരിച്ചു, ഫഅമിലഹ, അങ്ങനെ തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, തെറ്റ് ചെയ്യുകയും ചെയ്താൽ കതബ അല്ലാഹു സയ്യിഅത്തുൻ വാഹിദ, ഒരു ദോഷമാണ് അവന് ഏതുണ്ടാവുക, അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുക. മുത്തഫഖുൻ അലൈഹി.
അല്ലോ. അപ്പോ ഇതിൽ പറഞ്ഞത് ഒരു നമ്മളെ വിചാരവും നമ്മുടെ നിയത്തും അതിനനുസരിച്ച് കൂലി, ശിക്ഷ ഇതെങ്ങനെയാണ് കിട്ടുക എന്നതായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ തെറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് കൂലിയാണ് കിട്ടുക. കാരണം തെറ്റിന്ന് പിന്മാറി എന്ന നിലക്ക്. ഓക്കെ, കൂടുതൽ കൂലി കിട്ടാനാണ് സാധ്യത. നിയത്തിനനുസരിച്ച് കൂലി കിട്ടുക ചെയ്യും. അങ്ങനെ ഈ കൂലി ഒഴിവാക്കുമ്പല്ല, ഈ തെറ്റായ കാര്യം ഉപേക്ഷിച്ചിട്ട് ഒഴിവാക്കുമ്പോ അള്ളാഹിന് വേണ്ടി ഉദ്ദേശിക്കാൻ വേണം കേട്ടോ. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിനെ ഓർത്തുകൊണ്ട് ഒരു കാര്യം ഒഴിവാക്കുക. ആൾക്കാർ കാണാതിരിക്കണേ ചെയ്യാ. അങ്ങനെ ആയാലും കൂലി കിട്ടുമല്ലേ എന്നൊരു തർക്കം ഉണ്ടാവും. പിന്നെ നിയത്ത് അങ്ങനെയാണല്ലോ, നമ്മൾ പഠിച്ചവനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. അപ്പൊ ഉള്ള കൂലിനെ പറ്റിയാണ് ഇവിടുത്തെ ചർച്ച. ഇനി ഒരു ഹദീസ്. വൻ നബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹിബിൻ ഉമർ, ഉമർന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന സ്വഹാബിന്റെ ഹദീസാണിത്. കാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇൻതലക സലാസത്തു നഫരിൻ ഇമ്മൻ കാന ഖബ്ലകും ഹത്താ ആവാഹുമുൽ മബീതു ഇലാ ഗാരിൻ ഫദഖലൂഹു ഫൻഹദറത് സുഖറത്തുൻ മിനൽ ജബലി ഫസദ്ദത് അലൈഹിമുൽ ഗാറ ഫഖാലു ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സുഖറതി ഇല്ലാ അൻ തദൂ അല്ലാഹ ബിസ്വാലിഹി അഅമാലികും. അപ്പൊ ഇത് മുമ്പ് കഴിഞ്ഞൊരു കഥ പറയാണ്. നബിതങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. മുമ്പ് കഴിഞ്ഞ ബനു ഇസ്രായേലിലെയും അല്ലാത്ത അതിനു മുമ്പുള്ളൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്ത് ഓരോ കാര്യങ്ങളും സ്വഹാബത്തിനെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവര് ചെറിയ കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. പിന്നെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഖ്ഹിൽ ധാരാളം വലിയ പണ്ഡിതനായിരുന്നു. ഓക്കെ, അപ്പോൾ ബദർ യുദ്ധത്തിൽ അവർ പങ്കെടുത്തില്ല. കാരണം അന്ന് ചെറിയ വയസ്സേ ഉള്ളൂ, 15 വയസ്സിൽ താഴെ ഉള്ളൂ. ഉഹുദിലും പങ്കെടുത്തില്ല, ബദറിലും പങ്കെടുത്തില്ല. കാരണം ഉഹുദിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് 14 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ ചെറിയ ആൾക്കാരെ കൂട്ടത്തിലാണ് എണ്ണിയത്. ഖന്തക്കിലെത്തിയപ്പോൾ എന്തായി, 15 വയസ്സായി. അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു. അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ സഹോദരിയായ ഹഫ്സ ബീവിനോട് പറയുന്ന ഒരു വിഷയമുണ്ട്. പിന്നെ അഹാഖ റജുലുൻ സ്വാലിഹുൻ ലൗ അന്നഹു യഖൂമുൽ ലൈല, രാത്രി നിസ്കരിക്കാണ് നിങ്ങളെ സഹോദരൻ ഉഷാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഇവർ രാത്രിയുള്ള നിസ്കാരം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി തഹജ്ജുദ് നിസ്കാരം പിന്നെ തീരെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ സഹാബത്തില് പറഞ്ഞു, ഫിഖ്ഹില് നല്ല പണ്ഡിതനായിരുന്നു. അവരുടെ മുഫ്തിയായിട്ടും അവരുടെ ജാഹിദായിട്ടും ദുന്യാവിനോട് അങ്ങനെ വലിയ ബന്ധമില്ലാതെ സുഹുദ് കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ ഹജ്ജിന്റെ വിഷയത്തിലും വളരെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഇവര് 60 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അൽഫ ഉംറ 1000 ഉംറയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിലെ മുഫ്തിയായിട്ട് സിത്തീന സന 60 വർഷം ഇസ്ലാമിൽ മുഫ്തിയായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1630 ഹദീസുകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 170 എണ്ണം എന്താണ്, മുത്തഫഖുൻ അലൈഹിയുമാണ്. അപ്പോൾ അവരെ തൊട്ടൊരു ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ മൂന്നാൾക്കാരുള്ള ഒരു യാത്ര അങ്ങനെ പോവായിരുന്നു. മിമ്മൻ കാന ഖബലക്കും, മുമ്പ് കഴിഞ്ഞ കുറച്ച് ഒരു സമൂഹത്തിലുള്ള 3 ആൾക്കാർ പോവാണ്. അങ്ങനെ ഒരു രാത്രിയായ സമയത്ത് ഒരു ഗുഹയിൽ അവരെന്തായി, അഭയം പ്രാപിച്ചു. അങ്ങനെ ആ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് ഒരു പാറ വന്നിട്ട് എന്തായി, ആ ഗുഹാമുഖം മൂടി. അങ്ങനെ അവർ അതിലകപ്പെട്ടു.
ഫഖാലു, അവർ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറതി ഇല്ലാ അൻ തദുവല്ലാഹി ബിസ്വാലിഹി അമാലിക്കും. നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളിങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നവർക്ക് ഒരാൾ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താണ് ദുആ ചെയ്യുകയും അങ്ങനെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാല റജുലും മിൻഹും, അവർ ഓരോരുത്തർ ചെയ്ത നല്ല കാര്യങ്ങൾ നോക്കാം. കാല റജുലും മിൻഹും, അവരിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാനി, എനിക്ക് വയസ്സായ 2 ഉമ്മയുപ്പയുണ്ടായിരുന്നു. വയസ്സായ ഉമ്മയുപ്പയുണ്ടായിരുന്നു. വകുന്തു ലാ അഅ്ബികു ഖബലഹുമാ അഹ്ലൻ വലാ മാലൻ. അങ്ങനെ ഞാൻ അവർക്ക് ഞാൻ പാല് കൊടുക്കുന്നതിന് മുമ്പ് പാല് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം ഇവർക്ക് കൊടുക്കും, വേറെ ആർക്കും കൊടുക്കൂല. ആദ്യം ഇവർക്കാണ് കൊടുക്കുക. അവരെ ആദ്യമായിട്ട് പരിഗണിക്കേണ്ട സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ആ ബി തൊലബ ഷജറു, അങ്ങനെ ഒരു ദിവസം എന്തായി, കുറച്ച് ദൂരേക്ക് പോയി. തൊലബ ഷജരി ഫലം അരിഹ് അലിഹിമ ഹത്താനാമ, അങ്ങനെ തിരിച്ചു വന്ന സമയത്തേക്ക് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹലബ്തു ലഹുമ അബൂക്കഹുമ ഫവജദ്തുഹാ നായിമീൻ, അങ്ങനെ ഈ പാല് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അവർ ഉറങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കരിയത്തു അൻ നൂക്കിദഹുമ വാൻ അബിക ഖബലഹുമ അഹ്ലൻ ഔ മാലൻ, എനിക്കും അവരെ ഉണർത്താനും തോന്നിയില്ല, പിന്നെ അതേസമയം എന്താണെന്ന് തോന്നിയില്ല, അവർക്ക് മുമ്പ് ബാക്കിയുള്ള മക്കളെയോ ഭാര്യയൊക്കെ മുന്തിക്കാനും എനിക്ക് എന്തായില്ല, തോന്നിയില്ല. പല ബിസ്തു, അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പല കഥഹു അല ഇത് അപ്പൊ അങ്ങനെ പാത്രം പിടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അന്തത് റിസ്തീഖാദവുമാ ഹത്താ ബരിക്കൽ ഫജറു വസ്സബിയത്തു യതലാഗൗന ഇന്ദ കദമയ്യ, അങ്ങനെ നേരം വെളുക്കുന്നത് വരെ എന്തായി വെയിറ്റ് ചെയ്തു. അപ്പൊ മക്കളെന്തായുണ്ട്, ഇവർ കരയുന്നുണ്ട്, എൻ്റെ കാലിൽ നിന്നിട്ട് കരയുന്നുണ്ട് അവർക്ക് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷെ അവർക്ക് കൊടുത്തില്ല. വസ്തൈക്കല്ലാ ഫശരിബ ഉബക്കോമ, അങ്ങനെ അവർ എണീറ്റതിന് ശേഷം അവർക്കുള്ളത് അവർ കുടിച്ചു. അള്ളാഹുമ്മ, അപ്പോൾ ഇതൊരു നല്ല പ്രവർത്തനമാണ്. ഓക്കെ, ഇത് മുൻനിർത്തിയിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്. അള്ളാഹുമ്മ ഇൻ കുൻത ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സ്സഖറതി ഫൻഫജറത് ശൈഅൻ ലാ യസ്തതിഊന ഖുറൂജ മിൻഹു. അപ്പോൾ ഇത് ഞാൻ അള്ളാഹിന്റെ വജ് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് തുറന്നു തരണേ എന്ന് പറഞ്ഞ് ഒരാൾ ദുആ ചെയ്തു. അപ്പോ ആ പാറന്റെ എന്തായി, വന്ന് മൂടിയ പാറ ഉണ്ടല്ലോ, അത് കുറച്ച് നീങ്ങി, പക്ഷെ അവർക്ക് പോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പായി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ആൾ വന്നു. ഖാലൽ അല്ലാഹുമ്മ ഇൻ കാനത് ലീ യബ്നത്തു അമ്മിൻ കാനത് അഹബ്ബൻ നാസി ഇലയ്യ. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു. അത് ലിബിനും അമ്മ ഉണ്ടായിരുന്നു, ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു കസിൻ സിസ്റ്റർ. കുന്തു ഉഹിബ്ബുഹാ കഅശദ്ദി മാ യുഹിബ്ബു റിജാലു നിസാ ഫഅറദ്തുഹാ അലാ നഫ്സിഹാ. അപ്പോൾ ഏതൊരു പുരുഷനും സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്തായി, എനിക്ക് അവരോട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളെ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫംതനഅത് മിന്നി ഹത്താ അലമ്മത് ബിഹാ സനത്തുൻ മിന സിനീന ഫജാഅത്നി. അങ്ങനെ തുടക്കത്തിലൊക്കെ അവള് വിസമ്മതിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കലും അവരെ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഫാത്തിത്വ ഇശിരീന മിയത്ത് ദീനാരി, അങ്ങനെ 120 ദീനാർ ഞാൻ അവൾക്ക് കൊടുത്തു. അപ്പോൾ അവള് സമ്മതിക്കാൻ വേണ്ടിയിട്ട് 120 ദീനാർ കൊടുത്തു. അപ്പൊ ഫാലത്ത് ഹത്താ ഇതാ കദർത്തു അലിഹ, അപ്പൊ അവള് സമ്മതിച്ചു. അങ്ങനെ എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ഫലമ്മ കാത്തു ബൈന രിജിലിഹ, അപ്പോൾ തെറ്റിലേക്ക് പോവാൻ നിൽക്കുന്ന ഒരു സമയത്ത് കാലത്ത് അവള് പറഞ്ഞു, ഇത്തക്കില്ല വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖിഹി. എന്ത് പറഞ്ഞു, ഈ ചാരിത്രം ഇഫത്ത് നശിപ്പിക്കരുത്, അല്ലാഹു തആലയെ ഭയപ്പെടണം എന്ന് പറഞ്ഞു. ഫൻസറഫ്തു അൻഹാ വഹിയ അഹബ്ബുൻ നാസി ഇലയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് പോലും ഞാൻ എന്താ ചെയ്യാ, തെറ്റിൽ നിന്ന് ആ സമയം പിന്തിരിഞ്ഞു. ഫതറക്തു ദഹബ അല്ലദി അഅതൈതുഹാ, അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത ആ പൈസയും ഒഴിവാക്കി, അത് തിരിച്ച് അവൾക്ക് തന്നെ കൊടുത്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീഹി. ഇത് ചെയ്തത് എന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ എന്താക്കണേ, രക്ഷപ്പെടുത്തണേ എന്ന് അവർ ദുആ ചെയ്തു അദ്ദേഹം. ഫൻഫജറത് സഹറത്തു ഗൈറ അന്നഹും ലാ യസ്തതിഊന ഖുറൂജ മിൻഹാ. അപ്പൊ എന്തായി, പാറ കുറച്ചുകൂടി തുറന്നു.
പക്ഷെ അവർക്ക് പോകാൻ പറ്റുന്നൊരു ഒരു സ്പേസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ മൂന്നാമത്തെ ആള് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് അവര് പറയാണ് അല്ലാഹു മുസ്തഅജർതു ഉജറാ വഅതൈതുഹും അജ്റഹും ഗൈറ റജുലിൻ വാഹിദിൻ തറക്കല്ലദീ ലഹു വദഹബ. അങ്ങനെ ഞാൻ മൂന്നാൾക്കാരെ കൂലിക്കെടുത്തു. അദ്ദേഹം പറയണത് മൂന്നാൾക്കാരെ കൂലിക്കെടുത്ത ഒരു കഥയാണ്. മൂന്നാൾക്കാരെ കൂലിക്ക് പണിക്ക് വിളിച്ചു. അപ്പൊ അത്തേത്വം മജ്റു, അങ്ങനെ അവർക്ക് ഉള്ള കൂലിയൊക്കെ നൽകി. വൈറ റജുലിൻ വാഹിദിൻ, ഒരാൾക്കുള്ളത് നൽകിയില്ല. തറക്കല്ലദീ ലഹു വദഹബ, അദ്ദേഹത്തിനുള്ളത് ഒഴിവാക്കി ഉപേക്ഷിച്ചു. ഫസമ്മറത്തു അജ്റഹു ഹത്താ കസുറത്ത് മിൻഹുൽ അംവാൽ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനുള്ള ആ വിഹിതം ഉണ്ടല്ലോ അതെടുത്ത് കൃഷി ചെയ്തു. അത് അധികരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. ഫജാഅനി ബഅദ ഹീനിൻ, അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നു. ഫഖാല യാ അബ്ദല്ലാ അദ്ദി ഇലയ്യ അജ്രി, അങ്ങനെ അദ്ദേഹം പണ്ട് തരാനുണ്ടായിരുന്ന കൂലി തിരിച്ചു ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു കുല്ലു മാ തറാ മിൻ അജ്രിക. അദ്ദേഹം അതിനുശേഷം ബിസിനസ് ചെയ്തിട്ട് കൃഷിയൊക്കെ ചെയ്ത് കുറേ എന്തുണ്ടായിട്ടുണ്ട്, അതിന്റെ വളർന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ കുല്ലുമാ തറാമിൻ അജ്രിക, ഈ കാണുന്നതൊക്കെ എന്താണ്, എനിക്കുള്ളതാണ്, നിങ്ങളുടെ മുതൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. പിന്നെ ലിബിലി വൽ ബക്കരി വൽ ഗനമി വൽ റഖീഖ്, ഇപ്പോ ആടും ഒട്ടകവും പിന്നെന്താണ് അങ്ങനെ അടിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ കാല യാ അബ്ദുല്ലാ ലാ തസ്തഹ്സി ബി, അപ്പോ അയാൾ പറഞ്ഞു, ആ പണിക്കാരൻ പറഞ്ഞു, യാ അബ്ദുല്ലാ ലാ തസ്തഹ്സി ബി, നീ കളിയാക്കരുത്, ഞാൻ ഇത്ര ജോലിയൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലാ അസ്തഹ്സി ബിക ഫഅഖദഹു കുല്ലു, ഞാൻ കളിയാക്കല്ല, കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഫഅഖദഹു കുല്ലുഹു ഫസ്തഖഹു ഫലം യത്രുക് മിൻഹു ഷൈഅൻ. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താ ചെയ്യാ, അദ്ദേഹം ഫുൾ എടുത്തുകൊണ്ട് പോയി, ഒന്നും ബാക്കി വെച്ചില്ല, മുഴുവൻ എടുത്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, ഇത് ഞാൻ ചെയ്തത് ഇബ്തിഗാ വജ്ഹിക, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണെങ്കിൽ ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ഫൻഫജറത്ത് സഖറത്തു ഫഖറജു യംശൂന, അങ്ങനെ പാറെന്തായി, വെളിവായി. ഫഖറജു യംശൂന, അവര് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി. മുത്തഫഖുൻ അലൈഹി. ഇതാണ് ഹദീസ്. ഇപ്പൊ ഇവിടെ മുൻകഴിഞ്ഞ സമൂഹത്തിൽപ്പെട്ട 3 ആൾക്കാരുടെ ചരിത്രമായിരുന്നു പറഞ്ഞത്. 3 ആൾക്കാരുടെ കഥ. അവരൊക്കെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവസാനം പറഞ്ഞ കാര്യം, ഈ കാര്യം ചെയ്തത് എന്റെ വജഹിന് വേണ്ടിയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യണം, രക്ഷപ്പെടുത്തി തരണേ എന്നുള്ളൊരു വിഷയമാണ്. അപ്പോ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള പ്രതിഫലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇതോടെ നമ്മളെന്തായി, ബാബു നീയത്ത്, നീയത്ത്, ഇഖ്ലാസ്, ഇതിന്റെ ബാബ് കൈയാണ്. ഇനി അടുത്തത് ബാബു തൗബയാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോ 12 ഹദീസുകൾ എന്തായിട്ടുണ്ടായിരുന്നു ഇതിൽ പറഞ്ഞു. ബാബു തൗബ നീയത്തിന്റെ ഇഖ്ലാസിന്റെ വിഷയത്തിൽ പറഞ്ഞു. എന്തെങ്കിലും കഴിയുന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. ഇതിൽ എല്ലാ കാര്യത്തിലും നീയത്തിനെ പറ്റിയും ഇഖ്ലാസിനെ പറ്റിയൊക്കെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനും ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.